Hi everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഇന്ത്യയിൽ അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കായിട്ടുള്ള ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മുടെ എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ് SSCയുടെ SSC CHSL MTS CGL ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും എന്തായാലും നമുക്കൊരു ക്വസ്റ്റനൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ് ഈ ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഗവർണർ ജനറൽമാരും അവരുടെ ടൈം പീരീഡും ആ കാലഘട്ടത്തിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ടൈം പീരീഡിൽ നടന്ന ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈസ്രോയ് എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. നമുക്കറിയാം, നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും ആരുടെ, റോബർട്ട് ക്ലൈവിൻ്റെ. അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാളാണ്. നമ്മുടെ ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ആളായിരുന്നു ആര്, റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ നോക്കുകയാണെങ്കിലോ 1757 തൊട്ട് 1760 വരെ. ഓക്കെ, ശ്രദ്ധിക്കുക, 1757 തൊട്ട് 1760 വരെയും അതുപോലെ 1765 തൊട്ട് 1767 വരെയുമായിരുന്നു ആരുടെ ടൈം പീരീഡ്, റോബർട്ട് ക്ലൈവിൻ്റെ ടൈം പീരീഡ്. ശ്രദ്ധിക്കുക, റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആണ്. അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1757 തൊട്ട് 1760 വരെയും 1765 തൊട്ട് 1767 വരെയുമായിരുന്നു ആരുടെ ടൈം പീരീഡ്, റോബർട്ട് ക്ലൈവിൻ്റെ ടൈം പീരീഡ്. ഇനി അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസി എപ്പോഴാണ് നടന്നത്, 1757 അല്ലേ. 1757 എന്ത് നടന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത്. അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലായിരുന്നു, റോബർട്ട് ക്ലൈവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അല്ലേ, റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ ആൻഡ് ബിറ്റ്വീൻ നവാബ് ഓഫ് ബംഗാൾ അല്ലേ, നവാബ് ഓഫ് ബംഗാൾ. അപ്പോൾ ആദ്യത്തെയാണ് ബാറ്റിൽ ഓഫ് പ്ലാസി, 1757 നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു, റോബർട്ട് ക്ലൈവും നവാബ് ഓഫ് ബംഗാളും തമ്മിലായിരുന്നു. പിന്നെ നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിലാണ് ഇത്, ബാറ്റിൽ ഓഫ് ബുക്സാർ അല്ലേ. ബാറ്റിൽ ഓഫ് ബുക്സാർ എപ്പോഴാണ് നടന്നത്, 1764 അല്ലേ. ബാറ്റിൽ ഓഫ് ബുക്സാർ എപ്പോഴാണ് നടന്നത്, 1764 ബാറ്റിൽ ഓഫ് ബുക്സാർ നടന്നത്. അപ്പോൾ റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. ശ്രദ്ധിക്കുക, റോബർട്ട് ക്ലൈവ് നമ്മുടെ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. 1757 തൊട്ട് 1760 വരെയും 1765 തൊട്ട് 1767 വരെയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ്. അദ്ദേഹം ഉള്ളപ്പോൾ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് 1757 ആരൊക്കെ തമ്മിലായിരുന്നു, റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ നവാബ് ഓഫ് ബംഗാളും തമ്മിലായിരുന്നു. പിന്നെ നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് ബുക്സാർ. എപ്പോഴായിരുന്നു, 1764 അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്വൽ സിസ്റ്റം. ഡ്വൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, റോബർട്ട് ക്ലൈവ് ആണല്ലേ. ഡ്വൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരാണ്, റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഡ്വൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആണ്. 1757 തൊട്ട് 1760 വരെയും 1765 തൊട്ട് 1767 വരെയാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി ആണ് 1757 റോബർട്ട് ക്ലൈവും നവാബ് ഓഫ് ബംഗാളും തമ്മിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ബുക്സാർ 1764 അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന സാധനമാണ് എന്ത്, ഡ്യുവൽ സിസ്റ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോബർട്ട് ക്ലൈവിൻ്റെ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി അടുത്തത് വാരൻ ഹാസ്റ്റിങ്സ്. ഓക്കെ, അടുത്ത ആളാരാണ്, വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ലേ, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ ആദ്യം പഠിച്ചത് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം പഠിച്ചത് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. അതെ, ആ പൊസിഷൻ എന്താക്കി മാറ്റി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി അല്ലേ. അല്ലേ, നമ്മൾ ആരെയാണ് പറഞ്ഞത് ഗവർണർ ഓഫ് ബംഗാൾ എന്ന്, നമ്മൾ ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവിനെയാണ്. അപ്പോൾ ആ പൊസിഷൻ എന്താക്കി മാറ്റി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റിയത് ഇങ്ങനെ മാറിയത് ഏത് ആക്ട് വഴിയാണ്, അത് മാറിയ ആക്ടിൻ്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, ശ്രദ്ധിക്കുക, റെഗുലേറ്റിംഗ് ആക്ട് 1773 വഴിയാണ് എന്ത് നടന്നത്, ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പൊസിഷൻ എന്തായിട്ട് മാറിയത്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറിയത്. അപ്പോൾ ആദ്യത്തെ ഗവർണർ ഓഫ് ബംഗാൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആരെയാണ് പറഞ്ഞത്, റോബർട്ട് ക്ലൈവിനെയാണല്ലേ പറഞ്ഞത്, റോബർട്ട് ക്ലൈവ്. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആദ്യത്തെ ആരാണ്, വാരൻ ഹാസ്റ്റിങ്സ് ആണ് അല്ലേ. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് ആര്, വാരൻ ഹാസ്റ്റിങ്സ്.
ഇനി അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിലോ 1772 തൊട്ടിട്ട് 1785 വരെയാണ് ആരുടെ ടൈം പീരീഡ് വരുന്നത്? വാരൻ ഹാസ്റ്റിങ്സിൻ്റെ ടൈം പീരീഡ് വരുന്നത്. ശ്രദ്ധിക്കുക, വാരൻ ഹാസ്റ്റിങ്സിൻ്റെ ടൈം പീരീഡ് 1772 തൊട്ട് 1785 വരെയാണ്. ഇനി അദ്ദേഹം എന്ത് ചെയ്തു? റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ഡ്വൽ സിസ്റ്റത്തിനെ എൻഡ് ചെയ്തു അല്ലേ? ഡ്വൽ സിസ്റ്റം അവസാനിപ്പിച്ചത് ആരാണ്? വാരൻ ഹാസ്റ്റിങ്സ് ആണ്. എൻഡ് ടു ദ ഡ്വൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഡ്വൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ആരാണ് കൊണ്ടുവന്നത്? റോബർട്ട് ക്ലൈവ് ആണ് കൊണ്ടുവന്നത്. ആരാണ് അവസാനിപ്പിച്ചത്? വാരൻ ഹാസ്റ്റിങ്സ് ആണ് അവസാനിപ്പിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിൽ നടന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആക്ട് ആണ്, അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ആക്ട് ആണ് ഏത്? റെഗുലേറ്റിംഗ് ആക്ട് 1773 അല്ലേ? ആ റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് എന്തായി മാറിയത്? ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറിയത്. ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഇനി സുപ്രീം കോർട്ട് കൊണ്ടുവന്നല്ലേ? സുപ്രീം കോർട്ട് ഓഫ് കൽക്കത്ത. സുപ്രീം കോർട്ട് ഓഫ് കൽക്കത്ത കൊണ്ടുവന്നതും ഏത് വഴിയാണ്? നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 1774 അല്ലേ? 1774 എന്ത് കൊണ്ടുവന്നു? സുപ്രീം കോർട്ട് കൊണ്ടുവന്നു. എവിടെയാണ് കൊണ്ടുവന്നത്? കൽക്കത്തയിലാണ് കൊണ്ടുവന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അല്ലേ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കൊണ്ടുവന്നു. എപ്പോഴാണ് കൊണ്ടുവന്നത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 എന്ത് കൊണ്ടുവന്നത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വന്നത്. ഓക്കെ, ആരുടെ ടൈം പീരീഡിലായിരുന്നു? വാരൻ ഹാസ്റ്റിങ്സിൻ്റെ ടൈം പീരീഡിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഫോം ചെയ്തത് വാരൻ ഹാസ്റ്റിങ്സിൻ്റെ സമയത്താണ്. ഏതായിരുന്നു വർഷം? 1784. ഇനി ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ അല്ലേ? ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ എപ്പോഴായിരുന്നു? വാരൻ ഹാസ്റ്റിങ്സിൻ്റെ സമയത്തായിരുന്നു. അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റി ആയിരുന്നു ഏത്? ട്രീറ്റി ഓഫ് സലബായ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ അല്ലേ? 1775 തൊട്ടിട്ട് 1782 വരെയായിരുന്നു എന്ത്? ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയുന്നത്. 1775 തൊട്ടിട്ട് 1782 വരെയായിരുന്നു ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ. ആ ആംഗ്ലോ മറാത്ത വാർ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റി ആയിരുന്നു ട്രീറ്റി ഓഫ് സൽബായ്. എപ്പോഴാണ് ട്രീറ്റി ഓഫ് സൽബായ്? 1782. പിന്നെ അടുത്തത് ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഭഗവത്ഗീത. ഭഗവത്ഗീത ആദ്യമായിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരുടെ സമയത്തായിരുന്നു? വാരൻ ഹാസ്റ്റിങ്സിൻ്റെ സമയത്തായിരുന്നു. ഓക്കെ, വാരൻ ഹാസ്റ്റിങ്സിൻ്റെ സമയത്തായിരുന്നു എന്ത് ചെയ്തത്? ഭഗവത്ഗീത ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആക്റ്റാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 ആരുടെ സമയത്തായിരുന്നു? വാരൻ ഹാസ്റ്റിങ്സിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 ആക്റ്റുകൾ പറഞ്ഞല്ലേ? ഒന്നെന്താ പറഞ്ഞേ? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പിന്നെ ഒന്നേതാ പറഞ്ഞേ? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. അതുപോലെ തന്നെ വാരൻ ഹാസ്റ്റിങ്സിൻ്റെ ഇംപീച്ച്മെൻറ്റും നടന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ ഇംപീച്ച് ചെയ്തൊരു ഗവർണർ ജനറലാണ് ആര്? വാരൻ ഹാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. വാരൻ ഹാസ്റ്റിങ്സിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1772 തൊട്ട് 1785 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ആദ്യം ഗവർണർ ബംഗാൾ, നമ്മുടെ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്തായിട്ട് മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി. ശ്രദ്ധിക്കുക, ഗവർണർ ഓഫ് ബംഗാൾ ആയിട്ടുണ്ടായിരുന്ന പൊസിഷൻ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റി. അത് മാറ്റിയത് റെഗുലേറ്റിംഗ് ആക്ട് 1773 വഴിയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നത് ആരാണ്? വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അദ്ദേഹം ചെയ്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഡ്വൽ സിസ്റ്റം അദ്ദേഹം അവസാനിപ്പിച്ചു അല്ലേ? റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ഡ്വൽ സിസ്റ്റം എന്ത് ചെയ്തു? അദ്ദേഹം അവസാനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സമയത്ത് വന്നൊരു ഇമ്പോർട്ടൻ്റ് ആക്ട് ആണ് ഏത്? റെഗുലേറ്റിംഗ് ആക്ട് 1773 അല്ലേ? ആ റെഗുലേറ്റിംഗ് ആക്ട് 1773 വഴിയാണ് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്ന ആ പൊസിഷൻ എന്തായിട്ട് മാറ്റിയത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റിയത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? സുപ്രീം കോടതി വന്നല്ലേ? സുപ്രീം കോടതി എവിടെയാണ് വന്നത്? കൽക്കത്ത അല്ലേ? സുപ്രീം കോർട്ട് അറ്റ് കൽക്കത്ത എപ്പോഴാണ്? 1774 അല്ലേ? 1774 സുപ്രീം കോർട്ട് ഓഫ് കൽക്കത്ത വന്നു. അതുപോലെ വന്നൊരു സാധനമാണ് എന്താ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അല്ലേ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എപ്പോഴാണ്? 1784 അല്ലേ? 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ അല്ലേ? 1775 തൊട്ടിട്ട് 1782 വരെയുള്ള ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, അതിൻ്റെ ഉള്ള ട്രീറ്റി ആയിരുന്നു ഏത്? ട്രീറ്റി ഓഫ് സൽബായ്. ട്രീറ്റി ഓഫ് സൽബായ് എപ്പോഴായിരുന്നു? 1782 അതുപോലെ ഫസ്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഭഗവത്ഗീത അല്ലേ? ഭഗവത്ഗീത ആദ്യമായിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ വന്നതാണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 അല്ലേ? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിന്നെ വന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഇംപീച്ച്മെൻറ്റ് ഓഫ് വാരൻ ഹാസ്റ്റിംഗ് അല്ലേ? വാരൻ ഹാസ്റ്റിങ്ങിൻ്റെ ഇംപീച്ച്മെൻറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആരെക്കുറിച്ച് പഠിച്ചത്? വാരൻ ഹാസ്റ്റിങ്സിനെ കുറിച്ച് പഠിച്ചത്. ശ്രദ്ധിക്കുക, 1772 തൊട്ട് 1785 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അടുത്തത് ലോർഡ് കോൺവാലിസ് അല്ലേ? നമുക്ക് അധികം കേട്ട് പരിചയമുള്ള പേര് തന്നെയായിരിക്കും എന്ത്? ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ 1786 തൊട്ട് 1793 വരെയാണ് ആരുടെ ടൈം പീരീഡ്? ലോർഡ് കോൺവാലിസിൻ്റെ ടൈം പീരീഡ്. ഇനി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാൻസ്ക്രിറ്റ് കോളേജ്. ശ്രദ്ധിക്കുക, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? സാൻസ്ക്രിറ്റ് കോളേജ് അല്ലേ? സാൻസ്ക്രിറ്റ് കോളേജ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെയാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ ആൻഡ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ഓക്കെ, അവിടെ നമ്മൾ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറാണ് പഠിച്ചത്. ഇവിടെ എന്താണ്? തേർഡ് ആംഗ്ലോ മൈസൂർ വാർ അല്ലേ? തേർഡ് ആംഗ്ലോ മൈസൂർ വാറും അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണവും. ഓക്കെ, അവിടെ ട്രീറ്റി ഓഫ് സൽബായ് പഠിച്ചു, ഇവിടെ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അപ്പോൾ ലോർഡ് കോൺവാലിസിൻ്റെ സമയത്തായിരുന്നു തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റി ആയിരുന്നു ഏത്? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. പിന്നെ വന്നതാണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ഓഫ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലേ? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതായിരിക്കും. അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കോൺവാലിസ് ആണ്. എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1793 അല്ലേ? 1793 അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഇത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതുമാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഓഫ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. അതുപോലെ തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമാണ് എന്താ? സിവിൽ സർവീസ് അല്ലേ? സിവിൽ സർവീസും അദ്ദേഹമാണ് എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്താണ് എന്ത്? പോലീസ് ഫോഴ്സ് അല്ലേ? പോലീസ് ഫോഴ്സും അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ലോർഡ് കോൺവാലിസിനെ കുറിച്ചാണ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1786 തൊട്ട് 1793 വരെയാണ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്ത്? സാൻസ്ക്രിറ്റ് കോളേജ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു തേർഡ് ആംഗ്ലോ മൈസൂർ വാർ നടന്നത്. അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റിയാണ് ഏത്? ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. അതുപോലെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. എപ്പോഴാണ്? 1793. അതുപോലെ തന്നെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സിവിൽ സർവീസസ്. അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്ത്? പോലീസ് ഫോഴ്സ്. ഇത്രയും കാര്യം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇത്, ഈ പോയിന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, നന്നായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഗവർണർ ജനറലിനെ നോക്കാം. നെക്സ്റ്റ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് കാനിങ് ആണ് അല്ലേ? നമ്മൾ കേട്ട് പരിചയമുള്ള പേരായിരിക്കും ആരുടെ? ലോർഡ് കാനിങ്ങിൻ്റെ. അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ്? 1856. ശ്രദ്ധിക്കുക, ഇത് തെറ്റാണ്. 1856 തൊട്ട് 1862 വരെയായിരുന്നു ആരുടെ ടൈം പീരീഡ്? ലോർഡ് കാനിങ്ങിൻ്റെ ടൈം പീരീഡ്. ശ്രദ്ധിക്കുക, 1856 തൊട്ട് 1862 വരെയായിരുന്നു ആരുടെ ടൈം പീരീഡ്? ലോർഡ് കാനിങ്ങിൻ്റെ ടൈം പീരീഡ്. അതുപോലെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന 3 യൂണിവേഴ്സിറ്റീസ് ആണ്. എവിടെയൊക്കെ? കൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെ അല്ലേ? കൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെയിൽ 3 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏത് വർഷമാണ്? 1857. ശ്രദ്ധിക്കുക, 1857 അദ്ദേഹം 3 യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവന്നു. കൽക്കത്ത, മദ്രാസ് ആൻഡ് ബോംബെ. ഓക്കെ, കൽക്കത്തയിലുണ്ടായിരുന്നു, മദ്രാസിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബോംബെയിലുണ്ടായിരുന്നു. ഇനി അദ്ദേഹം ആയിരുന്നു എന്ത്? ലാസ്റ്റ് ഗവർണർ ജനറൽ അല്ലേ? ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളും അതുപോലെ തന്നെ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യയും ആരായിരുന്നു? അദ്ദേഹമായിരുന്നു. ലാസ്റ്റ് ഗവർണർ ജനറലും അദ്ദേഹമായിരുന്നു, ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യയും അദ്ദേഹമായിരുന്നു. ശ്രദ്ധിക്കുക, അപ്പോൾ ഗവർണർ ജനറൽ ആരായിട്ട് മാറി? ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വൈസ്രോയ് ആയിട്ട് മാറി അല്ലേ? വൈസ്രോയ് ആയിട്ട് മാറി. ഈ മാറിയത് ഏത് ആക്ട് വഴിയാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലേ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വഴിയാണ് എന്തായത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വൈസ്രോയ് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയ് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത് ഏത് ആക്ട് വഴിയാണ്? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വഴിയാണ് മാറിയത്. ഈ വഴിയായിരുന്നു നമ്മുടെ ക്യൂൻ എലിസബത്തിന് ഡയറക്റ്റ് ഇന്ത്യ ഭരിക്കാനുള്ള ആ ഒരു ആക്റ്റും ഏതായിരുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആയിരുന്നു. ഇനി 1857 റിവോൾട്ട് അല്ലേ? സിപ്പോയ് മ്യൂട്ടിനി നടന്നതും ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു അല്ലേ? റിവോൾട്ട് ഓഫ് 1857 നടന്നത് ഇദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു. അങ്ങനെയാണ് 1858 ആക്ട് പാസ് ചെയ്തത്, വിച്ച് എൻഡഡ് ദ റൂൾ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ? 1857 സിപ്പോയ് മ്യൂട്ടിനി നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ റിവോൾട്ട് ഓഫ് 1857 എന്ന പേരിൽ ഒരു റിവോൾട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് നടന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഒരു ആക്ട് വന്നു. ആക്ടിൻ്റെ പേരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതുവഴിയാണ് ഗവർണർ ജനറൽ ആരായിട്ട് മാറിയത്? വൈസ്രോയ് ആയിട്ട് മാറിയത്. അതുപോലെ തന്നെ ആ ആക്ടിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചതും ഏത് വഴിയായിരുന്നു? ഈ ആക്ട് വഴിയായിരുന്നു. 1858 ഈ ആക്ട് വഴിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹി വിഡ്രൂ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലേ?
ഡോക്ടർ ഓഫ് ലാബ്സ് അദ്ദേഹം എന്ത് ചെയ്തു? വിഡ്രൂ ചെയ്തു. അപ്പോൾ ഡോക്ടർ ഓഫ് ലാബ്സ് വിഡ്രൂ ചെയ്ത നമ്മുടെ വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും? ലോർഡ് കാനിങ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ലോർഡ് കാനിങ് വർഷം എപ്പോഴാണ്? 1856 തൊട്ട് 1862 വരെയായിരുന്നു കാനിങ്ങിൻ്റെ ടൈം പീരീഡ്. കാനിങ്ങിൻ്റെ ടൈം പീരീഡിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അദ്ദേഹം 3 യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവന്നു. എവിടെയൊക്കെയാണ്? മദ്രാസ്, കൽക്കത്ത, ബോംബെയിൽ. എപ്പോഴായിരുന്നു? 1857. അദ്ദേഹമായിരുന്നു അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും. അതുപോലെ തന്നെ റിവോൾട്ട് ഓഫ് 1857 നടന്നത് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിലാണ്. അതുവഴി പാസ്സായ ഒരു ആക്ട് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതിലൂടെയാണ് എന്ത് സംഭവിച്ചത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഡോക്ടർ ഓഫ് ലാബ്സ് വിഡ്രൂ ചെയ്ത വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതും ലോർഡ് കാനിങ് ആണ്. അപ്പോൾ ഇത്രയും ആണ് ലോർഡ് കാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ലോർഡ് ഡാൽഹൗസി അല്ലേ. ലോർഡ് ഡൽഹൗസി നമുക്ക് അറിയുന്ന പേരായിരിക്കും. അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1848 തൊട്ട് 1856 വരെയാണ് അല്ലേ. അപ്പോൾ ലോർഡ് ഡൽഹൗസി കഴിഞ്ഞ് വന്ന ആളാണ് ആര്? ലോർഡ് കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോർഡ് ഡൽഹൗസിയുടെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഡോക്ടർ ഓഫ് ലാബ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡോക്ടർ ഓഫ് ലാബ്സ് വിഡ്രൂ ചെയ്തത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചത് ആരാണ്? ലോർഡ് കാനിങ് ആണ്. അപ്പോൾ ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ഡൽഹൗസിയാണ്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 1848 സത്താരയിലാണ് ആദ്യമായിട്ട് ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത്. അത് വിഡ്രൂ ചെയ്തതോ ലോർഡ് കാനിങ് ആണ്. ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡൽഹൗസിയും എൻഡ് ചെയ്തത് ആരാണ്? കാനിങ്ങുമാണ്. ഇനി ചാൾസ് വുഡ് ഡിസ്പാച്ച് ആൻഡ് ഇനാം കമ്മീഷൻ അല്ലേ. ഈ ചാൾസ് വുഡ് ഡിസ്പാച്ച് എന്തിൻ്റെ ആണ്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലേ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ചാൾസ് വുഡ് ഡിസ്പാച്ചും അതുപോലെ തന്നെ ഇനാം കമ്മീഷനും വന്നതും ആരുടെ സമയത്തായിരുന്നു? ലോർഡ് ഡൽഹൗസിയുടെ സമയത്തായിരുന്നു. എന്തുമായി റിലേറ്റഡ് ആണ്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആണ് എന്ത്? ഈ ചാൾസ് വുഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ആക്ട് 1854 പോസ്റ്റ് ഓഫീസ് ആക്ട് കൊണ്ടുവന്നതും ആരാണ്? ഡൽഹൗസിയാണ്. ശ്രദ്ധിക്കുക, പോസ്റ്റ് ഓഫീസ് ആക്ട് 1854. പിന്നെ വന്നതാണ് ഫസ്റ്റ് റെയിൽവേ ലൈൻ. ഓക്കെ, ഫസ്റ്റ് റെയിൽവേ ലൈൻ എപ്പോഴാണ് വന്നത്? 1853 എന്ത് വന്നത്? ഫസ്റ്റ് റെയിൽവേ ലൈൻ വന്നത്. ബോംബെ ആൻഡ് താനെ അല്ലേ. എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നതായിരുന്നു? ബോംബെയും താനെയും തമ്മിൽ കണക്ട് ചെയ്തതായിരുന്നു ഫസ്റ്റ് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. അത് 1853 ഇത് എത്ര കിലോമീറ്റർ ആണ്? 34 കിലോമീറ്റർ ആയിരുന്നു. ശ്രദ്ധിക്കുന്നതും ചോദിക്കാറുണ്ട്. 34 കിലോമീറ്റർ ആയിരുന്നു ബോംബെയും താനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ റെയിൽവേ ലൈനിൻ്റെ ദൂരം. അത് വന്നത് എപ്പോഴാണ്? 1853. ഇനി സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാർ. ശ്രദ്ധിക്കുക, സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാർ നടന്ന ആരുടെ സമയത്താണ്? ഡൽഹൗസിയുടെ സമയത്തായിരുന്നു സെക്കൻഡ് ആംഗ്ലോ സിക്ക് വാർ നടന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ വന്നതും ആരുടെ സമയത്താണ്? ഡൽഹൗസിയുടെ സമയത്താണ്. എപ്പോഴാണ്? 1854. ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ എപ്പോഴാണ് വന്നത്? 1854 അത് ആക്ടിവേറ്റ് ആയത്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 1854 തൊട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ വന്നതും ആരുടെ സമയത്താണ്? ലോർഡ് ഡൽഹൗസിയുടെ സമയത്താണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോർ ഇന്ത്യൻ സിവിൽ സർവീസസ്. ഇന്ത്യൻ സിവിൽ സർവീസസിന് വേണ്ടി കോമ്പറ്റേറ്റീവ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴായിരുന്നു? ഡൽഹൗസിയുടെ സമയത്താണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ സിവിൽ സർവീസസിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്തതും ആരുടെ സമയത്താണ്? ഡൽഹൗസിയുടെ സമയത്താണ്. ഇനി പിന്നെ വന്നതാണ് എന്ത്? വിഡോ റീമാരേജ് ആക്ട്. ശ്രദ്ധിക്കുക, വിഡോ റീമാരേജ് ആക്ട് 1856 വന്നതും ആരുടെ സമയത്താണ്? ഡൽഹൗസിയുടെ സമയത്താണ്. ശ്രദ്ധിക്കുക, വിഡോ റീമാരേജ് ആക്ട് 1856 ആരുടെ സമയത്താണ്? ഡൽഹൗസിയുടെ സമയത്താണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഹി ഈസ് ഓൾസോ നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ടെലഗ്രാഫ്. എന്തിൻ്റെ ഫാദറാണ്? ഇന്ത്യൻ ടെലഗ്രാഫിൻ്റെ ഫാദറാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. ശ്രദ്ധിക്കുക, ഫാദർ ഓഫ് ഇന്ത്യൻ ടെലഗ്രാഫ്, ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, ഫാദർ ഓഫ് ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റം, ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്. ഇതൊക്കെ ആരായിരുന്നു? ഇതൊക്കെ ലോർഡ് ഡൽഹൗസിയാണ്. ശ്രദ്ധിക്കുക, ഫാദർ ഓഫ് ഇന്ത്യൻ ടെലഗ്രാഫ്, ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, ഫാദർ ഓഫ് ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റം ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്. ഇതൊക്കെ ആരാണ്? ലോർഡ് ഡൽഹൗസിയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോർഡ് ഡൽഹൗസിയുടെ ടൈം പീരീഡ് 1848 തൊട്ട് 1856 വരെയാണ്. അദ്ദേഹമാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഡോക്ടർ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എപ്പോഴായിരുന്നു? 1848 എവിടെയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സത്താരയിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഡോക്ടർ ഓഫ് ലാബ്സ് അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ എൻഡ് ചെയ്തത് ആരാണ്? നമ്മുടെ ലോർഡ് കാനിങ് ആണ് എൻഡ് ചെയ്തത്.
ഇനി ആ സമയത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചാൾസ് വുഡ് ഡിസ്പാച്ചും ഇനാം കമ്മീഷനും എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ആക്ട് 1854 ഡൽഹൌസിയുടെ സമയത്താണ് പോസ്റ്റ് ഓഫീസ് ആക്ട് വന്നത്. എപ്പോഴാണ്? 1854. അതുപോലെ തന്നെ ഫസ്റ്റ് റെയിൽവേ ലൈൻ വന്നത് 1853 ഫസ്റ്റ് റെയിൽവേ ലൈൻ വന്നത് ഡൽഹൌസിയുടെ സമയത്താണ്. അത് ഏത് രണ്ട് സിറ്റീസിനെ കണക്ട് ചെയ്യുന്നതായിരുന്നു? ബോംബെയും താനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെ 34 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ ദൂരം എന്ന് പറയുന്നത്. പിന്നെ വന്നതാണ് സെക്കൻഡ് ആംഗ്ലോ സിക് വാർ. സെക്കൻഡ് ആംഗ്ലോ സിക് വാർ നടന്നത് ആരുടെ സമയത്താണ്? ഡൽഹൌസിയുടെ സമയത്താണ്. ഫസ്റ്റ് ടെലഗ്രാഫ് ലൈൻ 1854 വന്നതും ആരുടെ സമയത്താണ്? ഡൽഹൌസിയുടെ സമയത്താണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് നടത്തിയതും ആരാണ്? ഡൽഹൌസിയുടെ സമയത്താണ്. വിഡോ റീമാരേജ് ആക്ട് വന്നത് 1856 വന്നതും ഡൽഹൌസിയുടെ സമയത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് എന്തിൻ്റെയൊക്കെ ഫാദർ ആയിട്ടാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ ടെലഗ്രാഫ്, ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, ഫാദർ ഓഫ് ഇന്ത്യൻ പോസ്റ്റൽ സിസ്റ്റം ആൻഡ് ഫാദർ ഓഫ് എഞ്ചിനീയറിംഗ് സിസ്റ്റം. ഇതിനൊക്കെ ആരെയാണ് അറിയപ്പെടുന്നത്? ലോർഡ് ഡൽഹൌസിയാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ലോർഡ് മിൻറ്റോ ടു അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടോ ലോർഡ് മിൻറ്റോ ടു. 1905 തൊട്ട് 1910 വരെയായിരുന്നു ലോർഡ് മിൻറ്റോ ടുവിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും സ്വദേശി മൂവ്മെൻറ്റ് 1905 തൊട്ട് 1908 വരെ സ്വദേശി മൂവ്മെൻറ്റ് നടന്നത് ലോർഡ് മിൻറ്റോ ടുവിൻ്റെ സമയത്താണ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം ലീഗ് അല്ലേ, മുസ്ലിം ലീഗിൻ്റെ ഫൗണ്ടേഷനും ആരുടെ സമയത്തായിരുന്നു? ലോർഡ് മിൻറ്റോൻ്റെ സമയത്തായിരുന്നു. എപ്പോഴാണ്? 1906 അല്ലേ ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം ലീഗ് 1906. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ്സിലെ സ്പ്ലിറ്റ് അല്ലേ, എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും തമ്മിലുള്ള ഒരു സ്പ്ലിറ്റ്. അതിനെ എന്തെന്നാ പറയുക? സൂറത്ത് സെഷൻ അല്ലെങ്കിൽ സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് പറയുക. അതെപ്പോഴാണ്? 1907. അതും ആരുടെ സമയത്തായിരുന്നു? ലോർഡ് മിൻറ്റോൻ്റെ സമയത്തായിരുന്നു. അതുപോലെ വന്നതാണ് ന്യൂസ് പേപ്പർ ആക്ട് 1908. ശ്രദ്ധിക്കുക, ന്യൂസ് പേപ്പർ ആക്ട് 1908 ആരുടെ സമയത്താണ്? മിൻറ്റോൻ്റെ സമയത്തായിരുന്നു. മിൻറ്റോ മോർലി റിഫോംസ് അല്ലേ, വളരെ ഫേമസ് ആണ് മിൻറ്റോ മോർലി റിഫോംസ് 1909. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ബംഗാൾ അല്ലേ, 1905 ഡിവിഷൻ ഓഫ് ബംഗാളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഡിവിഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ലോർഡ് കേഴ്സൺ ആണ് കേട്ടോ. ലോർഡ് കേഴ്സൺ ആണ്, ശ്രദ്ധിക്കുക, ലോർഡ് കേഴ്സൺ ആണ് ഡിവിഷൻ ഓഫ് ബംഗാൾ. അതായത് ബംഗാളിൻ്റെ ഡിവിഷൻ്റെ സമയത്ത് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോർഡ് കേഴ്സൺ ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ലോർഡ് മിൻറ്റോ ടുവിൻ്റെ നമ്മൾ പറയുകയാണെങ്കിൽ സ്വദേശി മൂവ്മെൻറ്റ് 1905 തൊട്ട് 1908 വരെ. അതുപോലെ ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിം ലീഗ് 1906. സൂറത്ത് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഓഫ് കോൺഗ്രസ് എന്ന് പറയുന്നത് 1907. ന്യൂസ് പേപ്പർ ആക്ട് 1908. മിൻറ്റോ മോർലി റിഫോംസ് 1909. ഇനി ഡിവിഷൻ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാളിൻ്റെ ഡിവിഷൻ ആണെങ്കിൽ ലോർഡ് കേഴ്സൺ ആണ്. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ ലോർഡ് ഹാർഡിഞ്ച് ടു അല്ലേ, ലോർഡ് ഹാർഡിഞ്ച് ടു 1910 തൊട്ട് 1916 വരെയായിരുന്നു ആര്? ലോർഡ് ഹാർഡിഞ്ച് ടു എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അനുൽമെൻറ്റ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലേ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ റദ്ദാക്കിയത് ആരാണ്? ഹാർഡിഞ്ച് ടു ആണ് അല്ലേ. എപ്പോഴാണ് റദ്ദാക്കിയത്? 1911. ഹാർഡിഞ്ച് ടു ആണ് എന്ത് റദ്ദാക്കിയത്? ഡിവിഷൻ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് ബംഗാൾ റദ്ദാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫർ കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ട് നമ്മുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തതും ആരാണ്? ലോർഡ് ഹാർഡിഞ്ച് ടുവിൻ്റെ സമയത്താണ്. അതും എപ്പോഴാണ്? 1911. ശ്രദ്ധിക്കുക, ലോർഡ് ഹാർഡിഞ്ച് ടുവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ അദ്ദേഹം എന്ത് ചെയ്തു? റദ്ദാക്കി. എപ്പോഴാണ്? 1911. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലോട്ടാക്കി. അതും എപ്പോഴാണ്? 1911. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറച്ച് വൈസ്രോയ്സിനെയും അതുപോലെ ഗവർണർ ജനറൽസിനെയും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്